Hello friends, welcome back to the channel. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പി കണ്ടാലോ. ഇത് നമ്മൾ കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള നല്ല വറുത്തരച്ച കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഉണ്ടാക്കാനും അതുപോലെ തന്നെ പൊറോട്ട, ചോറ് എല്ലാത്തിൻ്റെ കൂടി നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം നാളികേരം വറുത്തെടുക്കണം. വറുക്കുന്നതിൻ്റെ ഒപ്പം നമുക്ക് ഒരു ചെറിയ സവാള ഇട്ടിട്ടുണ്ട്, ഒരു ചെറിയ തുണ്ട് ഇഞ്ചി, ഒരു വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. സവാള ഇല്ലെങ്കിൽ ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാള ഇട്ടാൽ മതി കേട്ടോ. അതാണ് ചെറിയുള്ളിയാണ് ടേസ്റ്റ്. എൻ്റെ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരു സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നാളികേരം ഒന്ന് മൂത്ത് വരട്ടെ. ഇത് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കോളിഫ്ലവർ ഞാൻ വെള്ളത്തിൽ മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായി, ചെറുതാക്കി അരിഞ്ഞിട്ട് അത് നമുക്കൊന്ന് വേവിക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്നും കുക്കറിലിടുക, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആവിയമ്മ വേവിച്ചാൽ മതി. ഇനി നമുക്കിത് ഒന്നും പകുതി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാശ്മീരി മുളകാണ് കേട്ടോ. പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 1/2 സ്പൂൺ കുരുമുളക് ഇട്ടിട്ടുണ്ട്. കുരുമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. മീഡിയം സിമ്മിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. വറുത്തരച്ച് വയ്ക്കില്ല, അതേപോലെ തന്നെ നല്ലപോലെ വറുത്തെടുക്കുക. എന്നിട്ട് ഇത് പാനിൽ അധികം നേരം വെക്കാണ്ട് വറവ് കൂടിപ്പോവും. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. അരച്ചെടുത്ത് ഇത് മാറ്റി വെച്ചിട്ട് നമ്മൾ ആദ്യം വേവിച്ച് വെച്ച കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഗ്രീൻ പീസ് ഇടാം കേട്ടോ, നല്ല രസമായിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ അത് ഞാനിവിടെ ഉരുളക്കിഴങ്ങും കോളിഫ്ലവറുമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച അരപ്പ് ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ഒരു ചെറിയ തക്കാളി, നല്ല പഴുത്ത തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ കേട്ടോ. നല്ലപോലെ ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ നമുക്കിത് കാച്ചണം. കാച്ചുന്നത് ഞാൻ എങ്ങനെയാണ് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഒരു ഇത്തിരി വ്യത്യാസത്തിലാണ് നമ്മൾ കാച്ചുന്നത്. അപ്പോൾ ഈ കോളിഫ്ലവർ കറിയുടെ കൂടെ ഞാൻ കുറച്ച് കോളിഫ്ലവർ മാറ്റിയിട്ട് വറുത്തിട്ടുണ്ടായിരുന്നേ. നമ്മൾ മീനൊക്കെ വറുക്കണ പോലെ മസാലയൊക്കെ ഇട്ട് വറുത്തിട്ടുണ്ട്. അപ്പോൾ ആ എണ്ണയാണ് കേട്ടോ ഇതിലാണ് നമ്മൾ കാച്ചാൻ പോകുന്നത്. അതിലേക്ക് ഞാൻ ഒരു 1/2 സ്പൂൺ ഗരം മസാലയും കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നും വേണ്ട കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ആ എണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. ആ വറുത്തതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ ഈ കറികളിലുണ്ടാവും. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ നമ്മുടെ കറി നല്ല കുറുകി നല്ല ടേസ്റ്റി കറി റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണേ. അതേപോലെ ടേസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.